ഹേ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഇഫ്താറിന് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും പെരുന്നാളും നോമ്പൊക്കെ ആയിട്ട് എന്ത് ഇഫ്താരെന്ന്. ഇത് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പൊ ഇടാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇഫ്താർ സെറ്റ് ചെയ്ത ഹോട്ടലിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇഫ്താർ സെറ്റ് ചെയ്ത് മണ്ണക്കാടുള്ള ഒരു ഹോട്ടലാണ്, പത്തായെന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾ ഇഫ്താർ സെറ്റ് ചെയ്തിരിക്കണേ. എന്താ പോരാ പൊലിവ്, നോമ്പെടുത്തതിന്റെ ഒരു ക്ഷീണം വരെ മുഖത്ത് കാണാനല്ല. ചോദിച്ചപ്പോ ഫുള്ള് നോമ്പെടുത്തുകൂണെന്നാ പറഞ്ഞിട്ടുണ്ട്. വേറൊരു അമ്പലത്തേക്ക് തൊഴുക വന്നമാരെ വന്നിക്കണം മുണ്ട കൊടുത്തിട്ടേ. അപ്പൊ ഏകദേശം നോമ്പറക്കുള്ള സമയമായിരിക്കണം. പിന്നെ നമ്മള് വാങ്ങിക്കൊടുക്കാനായി കാത്തിക്കറ്. നോമ്പറന്നാലേ ഇപ്പോൾ ഇത് തിന്നാൻ പറ്റുള്ളൂ. ചോദിച്ചപ്പോ നോമ്പുണ്ട് പറഞ്ഞ ടീമുകളോ വെള്ളത്തിന് എങ്ങനെ മധുരം ഉണ്ട് ചോദിച്ചപ്പോൾ നല്ല മധുരം ഉണ്ട്. അപ്പൊ തന്നെ ഉറപ്പിച്ചവർക്ക് നോമ്പുണ്ട്. വാങ്ങിക്കൊടുക്കാണെന്ന് ചിലവർ കടി പൊട്ടിച്ച് തിന്നൽ തുടങ്ങി. ചിലവരെ കാരക്കൊന്നും കാണാനല്ല, കുരു മാത്രം ഉണ്ട് മേശപ്പുറത്ത്. നമുക്ക് പിന്നെ നോമ്പില്ലാത്തോണ്ട് നമ്മുടെ കാരക്കഥ പകുതി മുക്കാലും കഴിഞ്ഞത് അവിടുത്തെ നോമ്പുകളെടുത്തനാണ് ഓന്റെ കാരക്ക ഏകദേശം തന്നെ തുടങ്ങിയത്. വാങ്ങിക്കൊടുത്ത് നോമ്പറക്കും എല്ലാവരും മൊത്തമുള്ള ഒരു ഉഷാറായി. ഇവിടെ നോമ്പറന്നപ്പോ ഒരുത്തം പറയാം പള്ളിക്കത്തെ നോമ്പറന്നിട്ടുണ്ടാവില്ല, അങ്ങോട്ട് പോവാ. ഓനൊക്കെ തന്നെ തോന്നുന്നു ഈ ചോറുള്ള പള്ളിയുടെ ഗ്രൂപ്പിന്റെ ആണ്. അങ്ങനെ നോമ്പറന്ന ശേഷം എല്ലാരും പള്ളിക്കൊക്കെ നിസ്കാരത്തിന് പോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് എല്ലാരും ഇവിടെ ഫുഡ് കഴിക്കായിരുന്നു. മന്തിയായിരുന്നു ഫുഡ്. അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വർത്തനൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം കോളേജ് കയറായി, ലാസ്റ്റ് മെമ്മറീസ് അല്ലേ. അങ്ങനെ ഏകദേശം കുറച്ച് സമയമാകുമ്പോൾ എല്ലാരും പോവല്ലോ തുടങ്ങി. അങ്ങനെ നമ്മളവിടുന്ന് എല്ലാവരും അവിടുന്ന് പോയിട്ട് നമ്മള് നേരെ ഒരു വെള്ളം കുടിക്കാനോ ഒരു പാഷൻ ഫ്രൂട്ടിന്റെയും കുടിച്ചു. പിന്നെ ഒരു നെല്ലിക്ക കാന്താരിയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പിന്നെയും വേണം. അങ്ങനെ ലാസ്റ്റ് ഒരു കുലിക്കുകയും പറഞ്ഞു. ഞങ്ങളുടെ കുലിക്കാണ് കടന്ന് കുലിക്കണം. അപ്പൊ അത്ര തന്നെ ഉള്ളു. അപ്പൊ മറ്റൊരു തന്നെ ബൈ. ഞങ്ങളുടെ ഇഫ്താർ മീറ്റ് ആണ്. സോ ഞങ്ങളൊക്കെ അർജുന്റെ ഫ്രണ്ട്സ് ആണ്. എന്താ അവന്റെ വ്ളോഗൊക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം. എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഇഫ്താറാണ്. സോ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ചാൻസ്